ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും. കൊക്കക്കോളയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഓജി സുനിലാണ്. അതെ, ഞാനാണ്. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ കൊക്കക്കോളക്കെതിരാണ്. എന്തേ കൊക്കക്കോളം നിങ്ങളെ പിടിച്ച് കടിച്ച? അത് കൊക്കക്കോള ഡീലറായിരുന്നു കേരളത്തിലെ. പ്ലാച്ചിമടയിൽ ചെയ്ത ലാൻഡ് ഡീലാണ് എന്ന് പറഞ്ഞാൽ പല ആളുകളിൽ നിന്നായി ഈ 42 ഏക്കർ സമാഹരിച്ച് കൊക്കക്കോള കൊടുത്തു. അങ്ങനെയാണ്. അല്ല, അതുകൊണ്ട് അമേരിക്കൻ കോള കമ്പനികളോട് ഞാൻ പറയുന്നു, ക്വിറ്റ് ഇന്ത്യ. 42 ഏക്കർ ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ കൊക്കക്കോളയ്ക്ക് ഫാക്ടറി ഇട്ടിട്ട് കൊടുക്കുകയത്. അവിടെ ഈ വെള്ളത്തിന്റെ ഉപയോഗം ഒരുപാട് വേണ്ട ഒരു ആക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോ ഇപ്പൊ തിരിഞ്ഞാലോചിക്കുമ്പോ ഡു യു റിപ്പന്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ? നോ, ഐ ഡോണ്ട്. ബിക്കോസ് എനിക്കത് ബിസിനസ്സാണ്. അവിടെ വെള്ളം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ പ്രശ്നമല്ല. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയെ? പ്ലാച്ചിമടയെ പറ്റി ഇതൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ അവിടെ ബിസിനസ് ചെയ്യുന്നത്. അവിടുത്തെ ആൾക്കാരെ എങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായിപ്പ് കാണിക്കണം? എന്ത് ചെയ്യാനാ തലേ? എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. ആൾക്കാരെ പറ്റിക്കലിന്റെ പേര് ബിസിനസ് ആണോ? അല്ലല്ലോ. ആൾക്കാർക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. 212 കോടിയുടെ നഷ്ടം ഈ കമ്പനി ആ നാട്ടിൽ ഉണ്ടാക്കിയതാണ് കണ്ടെത്തൽ. 212 കോടിയുടെ നഷ്ടം. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് അഗൻസ്റ്റ് അത് ആ പൈസ എടുക്കേണ്ടതാണ്. പക്ഷെ പതപ്പിക്കരുത്. അതിന്റെ കാരണക്കാരൻ ഓജിയാണ്. അപ്പോ അതിന് കാരണക്കാരൻ എനിക്ക് ബിസിനസ്, ഐ മേഡ് മണി ഔട്ട് ഓഫ് ഇറ്റ്. സിമ്പിൾ. നിങ്ങൾ മനുഷ്യനോ മൃഗം? അറ്റ് എനി കോസ്റ്റ് ആൾക്കാരെ എത്ര ബുദ്ധിമുട്ടിച്ചാലും ദ്രോഹിച്ചാലും ആൾക്കാർ വെള്ളം കിട്ടാതെ മരിച്ചു പോയാലും ഓജിക്ക് അവിടെ നിനക്ക് മാപ്പില്ല കുറുപ്പേ. അവിടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട്, മനസ്സിലായല്ലോ. അവിടെ കൂടി കനാലിൽ കൂടി നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. ഞാൻ അതേ കണ്ടിട്ടുള്ളൂ. അവിടെ വെള്ളമില്ല എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റ. സാധാരണക്കാളും വില കൂടുതൽ കൊടുത്താണ് നമ്മളെ സ്ഥലം 44 ഏക്കർ വാങ്ങിക്കുന്നത്. പിന്നീട് സമരങ്ങളൊക്കെ കാണുമ്പോൾ ഞാനില്ലല്ലോ, കഴിഞ്ഞ ഗുഡ് നൈറ്റ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ട്. ഞാൻ പറയുന്നത് ശരി, താങ്കൾ അവിടെ ഉണ്ടാക്കി, താങ്കൾ മണി ഉണ്ടാക്കി അവിടെ നിന്ന് വിട്ടു. താങ്കളുടെ ആ പ്രവൃത്തി കാരണം ഒരു നാട് ദുരിതപ്പെടുന്ന കാണുമ്പോഴും മോജിക്ക് വേണ്ടിയിരുന്നില്ല. അവരെന്തിനും മടിക്കാത്ത വർഗം. എനിക്കിനി രണ്ടിലൊന്നും ആലോചിക്കാനില്ല. എന്തായിരുന്നു എന്നുള്ള എനിക്ക് അറിയത്തില്ല. അതിന്റെ റീസൺ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഒരു 4 നൂറ്റാണ്ടോളം നീണ്ടുന്ന സമരകാലം അറിയുമ്പോഴും ഓജി സുനിൽ എന്താ നോക്കാൻ തോന്നുന്നില്ല. ഞാൻ കാരണം നമ്മൾ പ്രവൃത്തിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പഠിക്കാൻ ഞാൻ അങ്ങനെ ഒരിക്കലും നോക്കിയിട്ടില്ല. ഇല്ല. അതിനുശേഷം ഉണ്ടായ ഈ പറഞ്ഞ എപ്പിക് സമരങ്ങൾ, മൈലമ്മയെ കണ്ടു, ഒരുപാട് സമര നേതാക്കളെ കണ്ടു, ഒരുപാട് സമരങ്ങൾ കണ്ടു. എന്നിട്ടും അവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് ഓജിക്ക് അറിയണ്ട, ഓജിക്ക് പഠിക്കണ്ടെങ്കിൽ ഓജിയുടെ കണ്ണ് പണത്തിൽ മാത്രമാണ്. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കുറ്റബോധം ഉണ്ടാവണ്ടേ ഓജി? എങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു ജനതയുടെ വലിയ സമരത്തിന് കാരണമായേക്കാവുന്ന ഒരു പദ്ധതിയിൽ ഞാൻ പണം ഇറക്കി ആൾക്കാരുടെ സ്ഥലം മേടിക്കൊടുത്തു, കുറ്റബോധം ഉണ്ടാവണ്ടേ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അവിടുത്തെ ആ ഒരു കാര്യത്തിന് ഒരു കുറ്റബോധം ഉണ്ടാവില്ല. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ പ്ലാച്ചിമടയിൽ ഒരു കാര്യം ചെയ്തു. ഇപ്പൊ ആ സമയത്ത് തെറ്റാണെന്ന് അറിയില്ല. അതിനുശേഷം നാട്ടുകാരുടെ മാരകമായ ദുരിതപർവങ്ങളും സമരങ്ങളും കാണുമ്പോഴും ഓജിക്ക് ഗിൽഫിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ഓജിയുടെ മനസ്സ് ഗിൽറ്റ് അടിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ്. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. ഇല്ലടാ അല്ല, എന്താ കാര്യം വെച്ചാൽ ഞാൻ പ്ലാച്ചിമടയിൽ ഇപ്പോഴും എനിക്ക് വളരെയധികം അടുത്ത ബന്ധങ്ങളുണ്ട്. മനസ്സിലായല്ലോ, അടുത്ത ബന്ധങ്ങളുണ്ട്. അതിനൊന്നും ഇല്ലേ? അവിടെ സമരം ചെയ്യുന്ന പ്ലാച്ചിമടയിലോ അല്ലെങ്കിൽ അതിന് ചുറ്റുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആ ഫാക്ടറി പോയതിൽ അവർക്ക് സങ്കടമുണ്ട്. മനസ്സിലായോ? യെസ്. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം സാർ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു.